അപ്പോൾ ചങ്ങന്മാരെ ഐഫോൺ XR ആട്ടോ. ഇതിൽ വൈഫൈ ബ്ലൂടൂത്ത് വർക്കാവുന്നില്ല. ഇവിടെ നോക്കിയാൽ വൈഫൈ ഓപ്ഷൻ ഓഫ് ആവുന്നില്ല. അതേപോലെ തന്നെ സെറ്റിങ്സ് ചെക്ക് ചെയ്യുമ്പോൾ വൈഫൈൻ്റെ ഓപ്ഷൻ ഇവിടെ ഡിസേബിൾ എടുക്കണം. ഈ ഒരു കംപ്ലയിൻറ്റ് ഇത് ഐഫോൺ XRൽ കാണപ്പെടുന്ന കംപ്ലയിൻ്റാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് XRൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ ആദ്യം ഞാൻ ചെയ്തത് ഇതിൻ്റെ വൈഫൈസി റീബോൾ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോഴും സെയിം ഇഷ്യൂ ആണ്, വർക്കാവുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ വൈഫൈസി മാറ്റൽ നിർബന്ധമാണ്. വൈഫൈസി മാറ്റിക്കഴിഞ്ഞാൽ അത് വർക്കാവില്ല. വർക്കാവണമെങ്കിൽ അൺബാൻഡ് ചെയ്യണം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ വൈഫൈസി കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റാം. പക്ഷേ ഐഫോണിൽ അങ്ങനെയല്ല. ഐഫോണിൻ്റെ കേസിൽ മാറ്റണമെങ്കിൽ അതെന്ത് ചെയ്യണം? അൺബാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യണം. ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ P30 കണക്ട് ചെയ്തിട്ട് ഇവിടെ വൈഫൈ അൺബാൻഡ് ഓപ്ഷൻ അൺലോക്ക് വൈഫൈ ഉണ്ടല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ അൺബാൻഡ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ട് വീണ്ടും റീഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഐഫോൺ X വരെയുള്ള കേസുകളാണെങ്കിൽ പർപ്പിൾ മോഡിൽ ചെയ്താൽ മതി. XS മുതൽ 11 Pro Max വരെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യണം. 12-ന് മേലേക്കുള്ളത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല, നിലവിലിപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഈ പ്രോം എടുത്തിട്ട് ചെയ്യണം. അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ ഹാർഡ് ഡിസ്കും വൈഫൈസിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷീൽഡുകളൊക്കെ പിന്നെ റീഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ റെഡി ആയിക്കൊണ്ടില്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ വൈഫൈൻ്റെ ഓപ്ഷൻ ഇവിടെ ഓഫ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സെറ്റിങ്സിലാണെങ്കിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ ഫോണിൻ്റെ കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ, വൈഫൈ കംപ്ലയിൻ്റ് ആയിക്കോട്ടെ, ബേസ്മെൻറ്റ് കംപ്ലയിൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നമ്പറുകൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.